മനസ്സിലാക്കിയാൽ കൂടി നല്ലതാണ്. വെറുതെ കഥ കേട്ടത് കൊണ്ട് ഈ കഥ കുറെ കഴിഞ്ഞാൽ നമ്മൾ മടുക്കും. കുറെ കഴിഞ്ഞാൽ കഥയ്ക്കൊരു അർത്ഥമില്ലാതെ തീരും. അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ആ കഥയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്, നമ്മുടെ പരിവർത്തനം വരുത്താനുള്ള കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കൈകേയി സ്വാധീനിക്കപ്പെട്ടു. അവൾ നേരെ ചെല്ലണു. ആ സമയത്ത് അവിടേക്ക് വരണു. ആര് എന്താണ് നിനക്ക് പറ്റിയതെന്ന്. മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോപി മോഹനരൂപേ ഗുണശീലേ ഗേദമുണ്ടായതെന്തെന്നോട് ചൊൽകടോ മൽപ്രജാബൃന്ദമായുള്ളവരാരുമേ പ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡ്യനെന്നാകിലും അന്ത്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയോ മിഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പവനെ ഞാൻ വദ്യനെ നോനം അവധ്യനാക്കിയിടുവൻ വദ്യനാക്കിയിടും അവധ്യനെ വേണ്ടുകിൽ നോനം നിനക്കതിദീനം മമ ജീവനം മാനിനീ ഗേദിപ്പതീനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോഴെനിക്കുമൽ പുത്രനം രാഘവൻ തുടങ്ങി ഭാര്യയോട് പറയുന്ന വാക്കുകളൊക്കെ മഹാമോശം. രാജാവിന് ഒട്ടും ചേർന്നല്ല. നിനക്ക് വേണ്ടി ഞാനൊരു ക്രിമിനലിനെ വെറുതെ വിട്ടോളാം. നമ്പർ 1 ക്രിമിനലിനെ ഞാൻ വെറുതെ വിടാൻ. നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരുത്തിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാണ്. ഇതൊന്നും ആർക്ക് ചേർന്നതല്ല. ഒരു രാജാവിന് ചേർന്നാണോ? അത്ര കൊഞ്ചാൻ പാടൂ രാജാവ്. അത് കൊഞ്ചാൻ കണ്ടൊരു സമയം രാത്രി. അത് മാത്രമല്ല, ഭാര്യയുടെ മൂടാണെങ്കിൽ ആകെ പ്രക്ഷുബ്ധമായിട്ടിരിക്കുന്ന സമയത്താണ് തങ്കം കന്യത്തും എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഭാര്യ അത് മുതലെടുത്തു. ആ സമയത്ത് കുറച്ച് നല്ല കാര്യം ചെയ്താൽ മതിയെന്നു. നല്ല ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് വെള്ളമൊക്കെ കൊണ്ട് മുഖത്ത് ഒഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭാര്യയുടെ ദേഷ്യമൊക്കെ ഒന്ന് ചൂടാകുമായിരുന്നു. ശരിക്കും വേണ്ടത്, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ക്രോധം പിടിച്ചിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തൂടെ ഒരു മുങ്ങല്. കാരണം കുറെ കഴിഞ്ഞാൽ ഈ മൂടൊക്കെ ഒന്ന് മാറി. ഞാൻ വെറുതെ പറയില്ല, ഇതൊരു വലിയ സത്യമാണ്. അപ്പൊ ഇങ്ങനെ അവിടെ ചെന്ന് ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ, രാജാവിന്റെ തലത്തിൽ നിന്നും രാജാവ് വളരെ താഴോട്ട് വന്നു അല്ലേ? മനസ്സിലാവുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ വ്യക്തിത്വങ്ങൾ. നമ്മളുണ്ടല്ലോ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്റഗ്രിറ്റി നമ്മൾ കളയാൻ പാടില്ല. നമുക്ക് ശരിയാണ് കൊഞ്ചലും കുഴയലൊക്കെ ആവശ്യമാണെങ്കിലും അത് നമ്മുടെ വ്യക്തിത്വത്തെ വിട്ടുകൊണ്ടാവരുത്. അതിന്ന് നമ്മൾ പോകുമ്പോഴല്ലോ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് തരും. ഇന്ന് നോക്കൂ, നമ്മൾ പ്രേമവിവാഹത്തിനൊക്കെ പറ്റുന്നത് അങ്ങനെ. ഒരു ഫാസ്റ്റായിട്ട് ഒരു പ്രേമം കാണിക്കും, 4 ദിവസം കഴിഞ്ഞാൽ ഹേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആദ്യം കണ്ണേ മുത്തേ തേനെ എന്നൊക്കെ വിളിക്കും, 4 ദിവസം കഴിഞ്ഞാൽ ചൂരെ, പിന്നെ പറയേണ്ട ബാക്കി വാക്കുകളൊക്കെ കഴിഞ്ഞു. വടാപ്പെട്ട ഒരു പോക്ക് അങ്ങോട്ടും ഒരു പോക്ക് ഇങ്ങോട്ടും ആണോ അല്ലയോ? അതൊരു അമിതമായ ഇൻഫാക്ച്വേഷൻ നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു വല്ലാത്തൊരു അമിതമായൊരു ആസക്തി. അത് മനുഷ്യ മനസ്സിനെ ഉയർത്തുന്നതിന് പകരം താഴ്ത്തും. വിവേകം നഷ്ടപ്പെട്ടു പോയി. ആർക്ക്? ദശരഥന് അല്ലേ? ദശരഥന് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കൊല്ലുന്നോ, ജയിലിലിടുന്നോ, പാവപ്പെട്ടവനെ ജയിലിലടയ്ക്കുന്നോ, ഒരു ക്രൂരനെ പിടിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അതും ദശരഥനെ പോലുള്ള ചക്രവർത്തിക്ക് ഒട്ടും ചേർന്നതല്ല. അപ്പൊ നമ്മുടെ ഒരു വിവേകത്തില് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള പെരുമാറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ വളരെ 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 മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇത് മുതലെടുത്തു കൈകേയി. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ആത്മാർത്ഥമായിട്ടാണോ അങ്ങേക്ക് എന്നോട് സ്നേഹമുള്ളത്? ആത്മാർത്ഥമാണെങ്കിൽ ഞാൻ പണ്ട് അങ്ങയെ സഹായിച്ചിരുന്നല്ലോ യുദ്ധത്തില്, എനിക്കന്ന് 2 വരം തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അതിപ്പോ എനിക്ക് തരണം. ഒരുപക്ഷെ രാജാവ് ഇങ്ങനെ പറഞ്ഞു ഇരിക്കുക, എന്താ കൈകേയി നീ ഇങ്ങനെ തളരാൻ കാരണം? നല്ലൊരു ശുഭദിനല്ലേ രാമൻ, എല്ലാവർക്കും പ്രിയങ്കരനായ രാമൻ നാളെ ചക്രവർത്തിയാവല്ലേ? നല്ലൊരു ശുഭദിനത്തിലാണോ നീ ഇങ്ങനെ ദുർമുഖം കാണിക്കേണ്ടത്? രാമൻ എത്ര ആളുകൾ കൊതിച്ചിരിക്കുന്നു ഇല്ലേ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉടനെ കൈകേയി പറയാതിരിക്കാം ഒരുപക്ഷെ, എന്തിനാ നിങ്ങൾ ഭരതനില്ലാത്തവൻ ചക്രവർത്തിയായിട്ട് രാമനെ വാഴിക്കുന്നത്? ഒരുപക്ഷെ അന്ന് രാത്രിക്ക് തന്നെ രാജാവിന് എന്താ അതിൽ ഇത്ര വിഷമം, നമുക്ക് ഭരതനെ കൊണ്ടുവരിക്കാനുള്ള ഏർപ്പാട് ചെയ്യലോ. അതൊരു ഗ്രീഡുള്ള വർത്തമാനം ആണോ അല്ലയോ? എന്നാൽ അതിന് പകരം വളരെ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാ നിനക്ക് ബുദ്ധിമുട്ട്? അവനെ ഞാൻ കൊല്ലും, അവനെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, രാജാവ് തന്റെ നിലവാരത്തിൽ നിന്നും താഴോട്ട് വന്നു. അത് അവൾ മുതലെടുത്തുകൊണ്ട് പറയാണ്, നിനക്ക് അത്ര സത്യസന്ധത എന്നോടുണ്ടെങ്കിൽ, എന്നാൽ
സത്യപ്രതിജ്ഞനായുള്ള ഭവൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലൊന്നുടെ പത്യമായുള്ളതിനെന്നെ പറഞ്ഞിടുവൻ വ്യക്തമാക്കിയിടുക സത്യത്തമന്നവാം. ആ കഥകളോട് ഓർപ്പിച്ചു. അമ്മയ്ക്ക് അത്ര എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന 2 വരങ്ങൾ എന്തുകൊണ്ട് അങ്ങേക്ക് തന്നുകൂടാ? സത്യത്തെ അങ്ങേക്ക് എന്തുകൊണ്ട് സത്യമാക്കി തീർത്തുകൂടാ? അങ്ങ് ചെയ്ത സത്യം തന്നെയല്ലേ? എന്താണത്? പറഞ്ഞല്ലോ 2 വരങ്ങൾ എന്തായിരിക്കും? ഭരതനെ പിടിച്ച് ചക്രവർത്തിയാക്കണം, രാമനെ. അതും മന്ദര പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാട്ടിലേക്ക് അയച്ചാൽ മാത്രം പോരാ, 14 വർഷം തന്നെ അയക്കണം എന്ന്. അതെന്തിനാ 14 വർഷം അയക്കണം വെച്ചാൽ മന്ദര ലോ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. കാരണം 14 വർഷം ഒരാൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ അവകാശമില്ല, അവർ മരിച്ചതിന് തുല്യം കണക്കാക്കിക്കൊള്ളണം എന്നാണ്. ആർക്കറിയാം? മന്ദര പഠിച്ചിട്ടുണ്ട്. മന്ദര സാധാരണ ട്യൂഷൻ ടീച്ചറല്ല, എല്ലാം കുറച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കിയ ടീച്ചറാണ്. അതുകൊണ്ട് 14 വർഷത്തേക്ക് രാമനെ എങ്ങോട്ട് അയക്കണം? ദശരഥ മഹാരാജാവിന് എല്ലാ പുത്രന്മാരെക്കാളും കൂടുതൽ രാമനോടാണ് ഒട്ടലുള്ളത് എന്നത് കൈകേയിക്ക് അറിയാം. ഇനി കൈകേയിക്ക് ഒന്നുകൂടി അറിയാം, എല്ലാ ഭാര്യമാരെക്കാളും കൂടുതൽ ഒട്ടൽ ദശരഥ മഹാരാജാവിന് തന്നോടാണെന്നുള്ളതും അറിയാം. രാമമാതാവിനോടല്ല എന്നും അറിയാം. ദശരഥ മഹാരാജാവ് ജീവിക്കുന്നിരുന്നോളം കാലം കൈകേയിയെ ദശരഥൻ ഒഴിവാക്കില്ല. ഉണ്ടോ? അപ്പൊ ഇതൊക്കെ അറിയുന്ന കൈകേയി അറിയാതെ ഒരു നിമിഷം ഭരതനിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് രാമനെ കാട്ടിലേക്ക് അയക്കുമ്പോൾ കൈകേയിക്ക് നഷ്ടപ്പെടുന്നത് 2 എണ്ണമാണ്. ഒന്ന്, രാമൻ കാണിക്കുന്ന സ്നേഹം. പിന്നെ ഭരതന്റെ സമീപനം എന്താവുമെന്ന് അറിയില്ല. എന്ന് മാത്രമല്ല, തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഭർത്താവായിരിക്കുന്ന ദശരഥൻ എന്നേക്കുമായി തന്നിൽ നിന്നും അകന്നു പോവുക. നോക്കൂ, അവസാനം കൈകേയിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആണോ അല്ലയോ? എന്തോ സംഭവിക്കുമെന്ന് മന്ദര പേടിപ്പിച്ച കാര്യം സംഭവിക്കേണ്ട വിധത്തിൽ ആക്കാളും വേസ്റ്റ് ആയിട്ട് സംഭവിച്ചു. സംഭവിക്കാൻ പോകുന്നത്, രാമൻ ചക്രവർത്തിയായി കഴിഞ്ഞാൽ നിന്നെ അവഗണിക്കും, നീ തോഴിയാവും, നീ ദാസിയാവും, ഇതൊക്കെയല്ലേ? എന്നാൽ ഒരു റെസ്പെക്ട് ഉണ്ടാകുമായിരുന്നു. ഇന്നിപ്പോ ആർക്കും വേണ്ടാത്ത, എല്ലാവർക്കും ഒരു കണ്ണിൽ കരടായി തീർന്നു. ആര്? കൈകേയി. കൂടുതൽ വേസ്റ്റ് ആവല്ലേ ചെയ്തത്? ഇതിനെയാണ് മായ എന്ന് പറയാ. മായ എന്നുള്ള ശബ്ദത്തിന് ഋഷിമാർ അർത്ഥം പറയുന്നത് തെറ്റിദ്ധാരണ എന്നാണ്. നമ്മൾ എന്തോ ധരിക്കും, ആ ധരിച്ചത് സത്യമാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കും, പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക ധരിച്ചിരുന്നത് തെറ്റാണെന്നുള്ളത്. ഇതിന് ശങ്കരാചാര്യ സ്വാമികൾ ഉദാഹരണം പറയുക. സന്ധ്യയ്ക്ക് വഴിയിൽ കാണുന്ന കയറിനെയാണ്. സന്ധ്യയ്ക്ക് നമ്മൾ കയറ് കാണുമ്പോൾ നമ്മൾ ധരിക്കുകയാണ് ഇത് പാമ്പാണ്, പാമ്പാണ്, പാമ്പാണ്. ആണോ? അത് എത്ര സമയം വരെ നമ്മൾ ധരിക്കും? വെളിച്ചം അതിന്റെ മുകളിൽ തട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാമ്പായിരുന്നില്ല. അപ്പൊ നോക്കൂ, നേരത്തെ ശരിയെന്ന ധാരണ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് തെറ്റായിരുന്നു. ആണോ അല്ലയോ? ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്കോരോ ധാരണ ഉണ്ട്. ആ കുട്ടികൾ നോക്കുന്നോ, അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവുന്നോ, ഇങ്ങനെയാവുന്നോ, പല ധാരണകളും ഓരോരുത്തരും വെച്ച് പുലർത്തുന്നുണ്ട്. ഈ ധാരണകളൊക്കെ നമ്മൾ ഇന്ന് പുലർത്തുന്നതായിരിക്കില്ല നാളെ എന്നത് അനുഭവത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ജീവിതത്തിൽ കണ്ണു തുറക്കാൻ അനുഭവം വേണ്ടി വരുന്നത്. അവരൊന്ന് ചിന്തിക്കും, അത് ഉറപ്പിക്കും, അത് പ്രതീക്ഷിക്കും, അത് നടക്കുമെന്നങ്ങോട്ട് അവരുടെ ഉറപ്പായിട്ട് അങ്ങോട്ട് ചിന്തിക്കും. പക്ഷെ പിന്നീട് അത് അനുഭവത്തിലൂടെ പഠിക്കും, ഇതായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും കാലം പോയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? കൈകേയിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോ നമ്മളെ സംബന്ധിച്ച്, അപ്പൊ ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല നമ്മുടെ പൂർവികന്മാര് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്തു വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ, അത് അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ തളരാതെ പുറത്തു പോകും. ഒരുപക്ഷെ രാജാവ് രാമനെ ചക്രവർത്തിയായിട്ട് അവരോധിക്കാൻ നിശ്ചയിച്ചു. കൈകേയി രാജാവിനോട് പറയാണ്, ഭരതൻ ഇല്ലാത്ത സമയത്ത് അങ്ങ് എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കൈകേയിയോടുള്ള ആദരവ് ദശരഥന് കൊടുകുറയോ? നോക്കൂ, ആളുകൾ എന്താ പറയാ, നിങ്ങൾ ഭരതന് കൊടുക്കാനുള്ള രാജ്യം കൊടുക്കാതെ രാമന് കൊടുത്തു എന്നല്ലേ. പിന്നെ എൻ്റെ അച്ഛനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അങ്ങ് ഭരതന് കൊടുക്കാന്നുള്ളത്. നമുക്ക് ഭരതനോടും കൂടി ഒന്ന് ആലോചിക്കല്ലേ നല്ലത്? ആണോ അല്ലയോ? ഇതൊക്കെ ഒരുപക്ഷെ കൈകേയി പറഞ്ഞിരുന്നുവെങ്കിൽ രാജാവിന് കൈകേയിയോടുള്ള ആദരവ് കൂടുമായിരുന്നു. ഞാനിതൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ റെസ്പെക്ട് ഉള്ളവരാക്കി തീർക്കുന്നതും റെസ്പെക്ട് ഇല്ലാത്തവരാക്കി തീർക്കുന്നതും നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന, സ്വഭാവങ്ങളിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ്. ആണോ? എന്നെ ഡീഗ്രേഡ് ചെയ്യാനും എൻ്റെ സ്വഭാവത്തിന് സാധിക്കും, എന്നെ ഉയർത്താനും. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയായി തീരണം, നമ്മുടെ വ്യക്തിത്വം എങ്ങനെയായി തീരണം എന്ന് പരിപൂർണമായി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട്?
നമുക്ക് തന്നെ തന്നിട്ടുണ്ട്. ചിന്തിക്കൂ ഇതൊക്കെ. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും, എങ്കിൽ അങ്ങ് 2 വരങ്ങൾ എനിക്ക് പണ്ട് തരാന്ന് പറഞ്ഞില്ലേ, അന്ന് കൊടുത്താൽ മതിയിരുന്നു. അന്ന് കൊടുക്കാതെ ഓപ്പൺ ചെക്ക് കൊടുത്തു വെച്ചു. ആര്? ദശരഥൻ. അന്നാണ് ദശരഥന് മനസ്സിലായത് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ അപ്പം കൊടുത്തു പോകണം, പിന്നെ വെച്ച് പോരുത് എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ കാര്യമില്ലേ പറയുന്നത്, അന്നത്തെ ദശരഥന്റെ കാര്യത്തിലാണ് പറയുന്നത്. എന്തെങ്കിലും കൊടുക്കാന്ന് പ്രത്യേകിച്ച് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കിട്ടിയ സമയത്തിൽ എന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കടം വെച്ചിരിക്കരുത് എന്നാണ്. കാരണം അന്ന് കൊടുക്കാനുള്ള ചെറുതായിരിക്കും, പിന്നെ അത് കൊടുക്കാനുള്ളത് ചില ഭർത്താവ് ഭാര്യ ഓർമ്മിക്കും, നോക്കൂ നിങ്ങൾ അന്ന് എനിക്കൊരു 1000 തരാൻ കേട്ടോ, 1000 തരാൻ കേട്ടോ, നിങ്ങൾ അന്ന് എൻ്റെ അടുത്ത് മേടിച്ചതാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ 10000 അല്ലേ അന്ന് മേടിച്ചത് എന്നുള്ളത്. അങ്ങനെയുള്ളവരുണ്ടത്. ഇപ്രകാരം അന്ന് ദശരഥൻ കൊടുത്തില്ല. ദശരഥനൊക്കെ പറഞ്ഞു 2 വരമൊക്കെ തരാൻ. ദേവി വളരെ ബുദ്ധിയുള്ള സ്ത്രീയാണോ, എന്തിനാ അപ്പൊക്കെ വരാം, അപ്പൊന്നും വേണ്ടാന്ന്, പിന്നെ സമയമാകുമ്പോൾ ഞാൻ ചോദിച്ചോളാന്ന്. അപ്പൊ ദശരഥൻ മനസ്സിലാക്കിയില്ലേ ഈ അവസ്ഥയിൽ ഇത് ചോദിക്കുന്നു. വാസ്തവത്തിൽ കൈകേകി അത് മറന്നുപോയിരുന്നു. ആരാ ഓർമ്മിപ്പിക്കുന്നത്? നമുക്ക് ചില ട്യൂഷൻ ടീച്ചർമാർ എത്ര നല്ലോണം ഓർക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ചിലവർക്കുണ്ടല്ലോ നമ്മളെക്കാളും നമ്മളെ കുറിച്ചുള്ള അറിവ് വളരെ കൂടുതലായിരിക്കും. ചിലപ്പം ഭർത്താവിന് അറിയില്ല ഭർത്താവിന്റെ വീട്ടിൽ എത്ര സ്വത്തുണ്ട്, കാര്യമുണ്ടെന്ന്. ഭാര്യയ്ക്ക് ഓർമ്മ ഉണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ എത്ര ഷെയർ ഇല്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പോയി ചോദിച്ചുകൂടാ എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുടുംബകലഹങ്ങൾ ഉണ്ടാവുക, ആണോ അല്ലയോ? അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ ആ ഒരു സൈക്കോളജിക്കൽ പഠനം നോക്കും നിങ്ങൾ. ആ വാൽമീകി മഹർഷിയുടെ ഉള്ളില് ഒരുപക്ഷെ ഈ കഥ നടന്നില്ലെങ്കിലും ഇതൊക്കെ ഇല്ലെങ്കിലും മനുഷ്യ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ചോദിച്ചപ്പോ എന്താണ്, രാമൻ വനവാസത്തിന് പോകണമെന്ന് അങ്ങോട്ട് കേട്ടതും അതെങ്ങനെ പോകണം? ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പൻഭരതനെയാക്കണം രാമൻ ഉഷസ്സി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകയിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം. ഞാൻ മരിക്കാൻ പോവാണ്, ഇപ്പൊ തൂങ്ങാൻ പോവാണ്. 2 വരം തന്നാൽ തൂങ്ങില്ല എന്നാണ്. ഒന്ന് ഭരതനെ ചക്രവർത്തിയാക്കണം, മറ്റത് രാമനെ 14 വർഷം കാട്ടിലേക്ക് മരവുരി ഉടുത്ത് ഫലമൂലാദികൾ കഴിച്ചു. എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? ആരുടെ അടുത്തുനിന്നും ഭക്ഷണം പോലും മേടിക്കരുത് എന്നാണ്. അങ്ങനെയൊക്കെ ശ്രീരാമനെ കാട്ടിലേക്കാണ്. അത്രയും കേട്ടിട്ടുള്ളൂ. പാവം. നമുക്ക് നേരത്തെ നല്ല ഏനാന്തം പറഞ്ഞൊരു പാർട്ടിയാണ് ദശരഥൻ. കന്യെ എന്നൊക്കെ പറഞ്ഞ മുത്ത എന്നൊക്കെ വിളിച്ച പാർട്ടിയാണ്. ഇനി കണക്കണം. വജ്രമേറ്റ് അദ്രി പതിച്ചതുപോലെ ഭൂമി, ഒരു പർവ്വതം വീണ പോലെയാണ് ആര് വീണത്? അടിതെറ്റിയാൽ ദശരഥനും വീഴുന്നതാണ്. അപ്പം ദശരഥനെ വീഴ്ത്താൻ, ഭർത്താവിനെ വീഴ്ത്താൻ സാധിച്ച ആദ്യത്തെ ഭാര്യയാണ് ആര്? നല്ല രസമുള്ളൊരു കഥയാണ്. അപ്പോ നല്ല ശക്തനായിട്ടുള്ള ദശരഥനെ വീഴ്ത്താൻ ഒരു സാധാരണ ഭാര്യയ്ക്ക് സാധിച്ചു. അപ്പം ഭർത്താവിനേക്കാളും ശക്തി ആർക്ക് തന്നെയാണ്? നിങ്ങൾ സമ്മതിക്കില്ല, അത് എന്നാലും സത്യമാണത്. ഭർത്താവിനേക്കാളും ശക്തി ആർക്ക് തന്നെയാണത്? ഭാര്യയ്ക്ക് തന്നെയാണ്, അല്ലേ? ആണോ അല്ലയോ? ഒരു പർവ്വതം താഴോട്ടിട്ടത് പോലെയാണ് ആര് വീണത്? ദശരഥൻ വീണത്. നോക്കൂ, ഒരു മഹാരാജാവിനെ വാക്കുകളെ കൊണ്ട് വീഴ്ത്താൻ അദ്ദേഹത്തിന്റെ പത്നിക്ക് സാധിച്ചു. അറ്റാച്ച്മെന്റ് നമ്മളെ തളർത്തും. നമുക്ക് ദശരഥനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അമിതമായ അറ്റാച്ച്മെന്റ് നമ്മളെ തളർത്തിക്കളയും. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചുടനെ ഉണ്ടല്ലോ, അവിടെയാണ് കൃഷ്ണന്റെ മഹത്വം. ജനിച്ചുടനെ ഗർഭപാത്രം നിന്ന് പുറത്തു വന്നപ്പോൾ ശംഖചക്ര കഥാരൂപത്തെ എടുക്കുക. ഭാഗവതത്തിൽ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കും. ആ ജയിലറയിൽ വെച്ച് അച്ഛന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അമ്മയ്ക്ക്. യുവാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസഃ ചിന്തയന്തോ കൃതസ്നേഹോ യാസേതേ മദ്ഗതിം പരാം. നിങ്ങൾക്ക് എൻ്റെ പരമമായ ഗതി അനുഭവിക്കണമെന്നുണ്ടോ? എന്നിലേക്ക് ഉയരണമെന്ന് മോഹമുണ്ടോ? എങ്കിൽ പുത്രഭാവേന സ്നേഹയന്തോ, എനിക്ക് വിരോധമില്ല, പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ. പക്ഷെ കൂട്ടത്തിലുണ്ടല്ലോ ബ്രഹ്മഭാവേന അസഗത് ചിന്തയന്തോ, എന്തുകൂടി വേണം?